പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇതാ മരൊക്കെ കുലുക്കി പടക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻ മേടിക്കാനാണ് ഈ പോക്ക്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പച്ചക്കറിയൊന്നും ഒരു കഷ്ണമില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ പോയി മേടിക്കണമായിരുന്നു. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇങ്ങനെയാണ് കേട്ടോ, ഒരു തരത്തിൽ സ്റ്റാർട്ട് ആവില്ല. ലാസ്റ്റ് കിക്കറടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഞാനും നീരപ്പനും മാറി നോക്കിയിട്ടും പറ്റിയില്ല. ലാസ്റ്റ് അപ്പുനെ കൊണ്ടാട്ട ചെയ്യിപ്പിച്ചത്. ഓരോരോ മണ്ടത്തരങ്ങൾ ചെയ്ത് വെച്ചിട്ട് സനേഷാനേന്ന് പോരാത്തതിന് ATM ഇപ്പോൾ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. എന്തായാലും കാര്യം നടക്കണ്ടേ. മീൻ മേടിച്ച് നേരെ പച്ചക്കറി കിറ്റും മേടിച്ച് നിൽക്കുമ്പോഴാണ് നീരപ്പൻ്റെ സ്കൂൾ ബസ് പോണു. ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഓഫ് ചെയ്യാണ്ട് നേരെ വീട്ടിലേക്ക് എത്തി. നീരപ്പനെ ബാറ്ററി ആയിട്ടൊന്ന് മേടിച്ചു കൊടുത്ത മിഠായി ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ റിമോട്ട് കൺട്രോൾ കാറും റിമോട്ടൊക്കെ എടുത്തിട്ട് ഓടിക്കാൻ തുടങ്ങി. റിമോട്ടിലേക്കായിരുന്നു കേട്ടോ വേണ്ടത് ബാറ്ററി. ഇടയ്ക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും ഒതുക്കാൻ സമയമില്ല, കാരണം 1 മണിയായിട്ടുണ്ട് കേട്ടോ. കിക്കറൊക്കെ അടിച്ച് നേരം വൈകി ആകെ മൊത്തത്തിൽ ലേറ്റ് ആയിപ്പോയി. ഇതിലാണ് കേട്ടോ കിട്ടിയത്. മുളകും ചാട് വയ്ക്കാനാണ് ഉദ്ദേശം, കാരണം കുറച്ച് സമയം നമുക്ക് ഇനിയുള്ളൂ. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പുളിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതൊന്നും അലിഞ്ഞപ്പോൾ പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് കല്ലുപ്പൂ ഇട്ടിട്ട് കുറച്ച് പുളിയും പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചു. പിന്നെയാണ് കേട്ടോ സബോളയും തക്കാളിയും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് അരിഞ്ഞ് പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടു. നേരം കൊണ്ട് മീനും കൂടെ വറക്കാൻ വെച്ചു. ഉപ്പും മുളകൊന്നും പിടിക്കാൻ നേരം കൊടുത്തില്ല കേട്ടോ. വേഗം അതൊക്കെ ചെയ്ത് വെച്ചു. ലാസ്റ്റ് ഇവിടെ മീൻ കറി തിളയ്ക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുളി ഇത്തിരി കൂടുതലാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പുളി കൂടിയ കറികൾ. അങ്ങനെ നമ്മുടെ മീനും കൂടെ വറുത്തെടുക്കാറായിട്ടുണ്ട്. രണ്ടാമത്തെ വശം കൂടി വറുത്തെടുത്തിട്ട് കുറച്ച് ഞാൻ വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടു കേട്ടോ, നല്ലൊരു സ്മെല്ലിന്. എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ കറികൾ കാച്ചാനും കൂടി പോണത്. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതാ നമ്മുടെ കറി ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ, അതിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഓയിൽ ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് അതങ്ങോട്ട് ഒഴിച്ചില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കറിയും കൂടെ റെഡിയായപ്പോൾ ചടപ്പടയെ വെച്ചിട്ട് ഓടിപ്പോയി ചോറെടുത്ത് കറിയൊക്കെ എടുത്ത് കഴിക്കായിരുന്നു. കറിയും മീൻ വറുത്തതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ളക്കാട്ടിലും കൂടി ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നീരപ്പനെ ആദ്യം കൊടുത്തിട്ട് ഞാൻ കഴിക്കാനാണ്. എന്നാൽ ഞങ്ങൾ പോയി കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.